பருந்த அந்த பருந்து கீழ 100 பசங்க. അപ്പൊ നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ഓക്കെ, ടീം സെലക്ട് ചെയ്യാം. ടീം സെലക്ട് ചെയ്യാം. അതായത് ഇത് റാൻഡം പിക്കർ ആണോടാ? ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡേ 1 ഗ്രൂപ്പ് എയിൽ വരുന്ന 10 ടീമിനെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഡേ 1 അതായത് 4-ാം തീയതി കളിക്കാൻ പോണ മാച്ചിലെ ഞാൻ ലൈവ് ഇടാണ് അവരിട്ട് 4-ാം തീയതി കളിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലെ 10 ടീമിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഗ്രൂപ്പ് എയിലെ 10 ടീമിനെ. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് ഞാൻ പറയല്ല, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമ്മളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മള് സ്ട്രിക്ട്ലി ഞാൻ പറയാണ് ഗൈസ്, ടീമപ്പ് എന്ന് പറയുന്ന പരിപാടി കണ്ട സ്പോട്ടിൽ നമ്മൾ കിക്ക് ചെയ്യും. ഉള്ള കാര്യം പറയാം, ഒരു പോയിന്റ് പോലും തരത്തില്ല സ്പോട്ടിൽ. ഇത് ഞാൻ ടിവിയിലെ മെമ്പേഴ്സിനോട് വരെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്. തമ്മിൽ കണ്ടോ ഫൈറ്റ് എടുത്തോണം. നിങ്ങൾക്ക് വേണം ചന്ദ്രനായിരിക്കുമല്ലോ. ആദ്യം ഞാൻ കൊല്ലുന്ന ചന്ദ്രനായിരിക്കുമല്ലോ. അപ്പൊ തമ്മില് കണ്ടു കഴിഞ്ഞാൽ ഫൈറ്റ് എടുക്കണം. ടീമപ്പ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കമ്മ്യൂണിറ്റിയിൽ അടക്കം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിൽ കളിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗ്രൂപ്പ് എയിലെ 10 ടീമേ ഗൈസ്. ഗ്രൂപ്പ് എയിലെ 10 ടീം. അപ്പൊ റെഡി അല്ലേ? റെഡി സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. കാറ്റാടിയാണ് ആദ്യത്തെ ടീം. ആദ്യത്തെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് റിസൾട്ട് കാറ്റാടി. ഓക്കെ, കാറ്റാടി കളിച്ചോ. കപ്പാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീം. അടുത്തോ അല്ല, ഗില്ലി ബ്രദേഴ്സ് ആണ് മൂന്നാമത്തെ. ക്ലോസ് അല്ലേ? റിമൂവ് ആണോ? റിമൂവ്. മൂന്നാമത്തെ ടീം ഇതല്ലേ വന്നേ? ഗില്ലി ബ്രദേഴ്സ്. RB7 ആണ് അടുത്ത ടീം. ഒരു കൂബ് ചെയ്തു. Z30 അല്ല, എക്സ്ട്രീം തറവാടാണ് അടുത്ത ടീം. എത്ര ടീമായി ഇപ്പൊ? 4 5 5 ടീമായി. 5 ടീം. ഓക്കെ, 5 ടീമും കൂടി. 5 ടീം കൂടി. എവിടെ നടത്തോ? പടവടേന്ന് പോട്ടെ. മാഫിയ അല്ല, LZ ആണ് അടുത്ത ടീം. ഷഫിൾ ചെയ്യണം. ഷഫിൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബ്രോ. ഷഫിൾ ചെയ്യാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഷഫിളോട് ചെയ്ത് കൊടുത്തേരടാ. നോട്ടിക് എക്സ് ആണ് അടുത്ത ടീം. ഷഫിളോട് 7 ടീം സെലക്ട് ആയിട്ടുണ്ട് നമുക്കിപ്പോ കറന്റ്ലി. മാഫിയാണ് എട്ടാമത്തെ ടീം. മാഫിയ. ഫെയ്ത്ത് 9ാമത്തെ ടീം. ഫെയ്ത്ത് ആണ് വന്നിരിക്കണം. ലാസ്റ്റ് ടീം ഓഫ് ഗ്രൂപ്പ് എയിലെ ലാസ്റ്റ് ടീം. ഈസ്റ്റ് സൈഡ് ബെല്ലാസ് ആണ് ലാസ്റ്റ് ടീം. അപ്പൊ റിസൾട്ട് ഒന്ന് കാണിച്ചാ ജസ്റ്റ് പറഞ്ഞെ. കാറ്റാടി, ടഫ്, ഗില്ലി ബ്രദേഴ്സ്, RB7, എക്സ്ട്രീം തറവാട്, ലോസ് സെറ്റാസ്, നോട്ടിക് എക്സ്, മാഫിയ, ഫെയ്ത്ത്, ഈസ്റ്റ് സൈഡ് ബെല്ലാസ്. ഇവരാണ് ക്യാം. ഞാൻ കുറച്ച് സൈഡിലോട്ട് വെച്ചുതരാം. ഒരു മിനിറ്റ്. ഇവർ ഇത്രയും പേരാണ്. കറന്റ്ലി ഗ്രൂപ്പ് എയിൽ വരുന്ന പ്ലേയേഴ്സ്. ഇനി ഇവരെ കോമ്പീറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ബി ആയിട്ടാണ്. സോ ഗ്രൂപ്പ് ബിയിലുള്ള അല്ലല്ല ആ ടീം തന്നെയാണ് ഫൈറ്റ്. അതായത് ഒരു സോണില് അവര് 10 ടീമായിരിക്കും ഫൈറ്റ് നടക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഗ്രൂപ്പ് ബിയും അല്ലേ? അല്ലല്ലേ, ഇങ്ങനെ അല്ലേ?
ഇങ്ങനെയാണ് അണ്ണാ. ഓ പക്ഷെ സോറി സോറി ഒരു സോറി സോറി, ഞാൻ ഒരു എനിക്ക് സോണിനകത്ത് ആ ശരി 10 ശരി. പേര് ഒരു സോണിനകത്ത്, അതായത് 10 ടീം ആകുമ്പോ 100 പേര് ആ ആ ഒരു ഓക്കെ ഓക്കെ. മാപ്പിന്റെ അകത്ത്. ആ മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. സെയിം ഗ്രൂപ്പ്. ആ എനിക്ക് ഓക്കെ, എനിക്ക് മാറിപ്പോയി, അപ്പൊ എനിക്ക് തെറ്റി, എനിക്ക് 200 തെറ്റി. പേരെ ആവണ ആ മറ്റേ രണ്ടുപേരും മറ്റേ ഒരുമിച്ച് രണ്ടുപേരും ആവാൻ ഒരുപോലെ. ആ ശരി ശരി ശരി. ആ ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എ ഇതാണ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ബിയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗ്രൂപ്പ് ബി. ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആയിട്ട്. ഓക്കെ, അപ്പൊ നീ എന്താ മറ്റേ ഗ്രൂപ്പ് എ ടു ഗ്രൂപ്പ് ബി അങ്ങനെ കൊടുത്തത്? അതങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ദിവസം 2 ടീമിന്റെ ഗ്രൂപ്പ് എ ഉണ്ട്, ഗ്രൂപ്പ് ഗ്രൂപ്പ് ബി ഉണ്ട്. ബിയുടെയും കളിയുണ്ട്. ഞാനും അത് പെട്ടെന്ന് ആ അങ്ങനെ ഓർത്തതാ, മനസ്സിലായ. എന്നാലേ തീരത്തുള്ളൂ. ഒരു ദിവസം ഒരു മാച്ച് ആണെങ്കിൽ ദിവസം നീണ്ടു പോകും. മനസ്സിലായോ? ഓക്കെ 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 അതുകൊണ്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഷഫിളാക്കിയായിരുന്നു. ആ അടുത്ത ഷഫിളാക്കി. അടുത്ത ഷഫിളാക്കാം. ഓ അടുത്ത ഗ്രൂപ്പിലെ ഫസ്റ്റ് ടീം ഇസഡ് എം ആണ് അടുത്ത ടീം. ഷഫിൾ കൊടുത്തേരെ. ആ അടുത്ത ഓക്കെ, റെഡി. KVA ഒന്നില്ല. ടോക്കിയോ മറിയാനോ ആണ് രണ്ടാമത്തെ ടീം. ഇടയ്ക്ക് ഷഫിൾ കൊടുത്തേരടാ. ആ അതിരടി യൂണിറ്റ് അല്ല, KVA. ഓ അതിരടി യൂണിറ്റ് വന്നിരുന്നു KVA. ഓക്കെ. പോൾ 58%, 5 മാച്ചാണ് പറഞ്ഞേക്കുന്നത്, ബെസ്റ്റ് ഓഫ് 5. TVA ബോൺ മെർസിലസ് ആണ്. BM-ന്റെ കളി ആണ് അടുത്തതായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അടുത്തത് ഓജി നിൽക്കുക. ഓജി ആണ് അടുത്ത ടീം. സോ 5 ടീം കൂടെ ഇനി. ആദ്യത്തെ ദിവസം തന്നെ തക്കടുവാദ ലോകത്തിന് മാച്ച് ലഭിച്ചിരിക്കുന്നു. ടീം നമ്പർ 7. ലെറ്റ്സ് ഗോ. ഷഫിൾ ചെയ്തോ. ടീം ഗോഗു നയിക്കുന്ന തക്കടുവാദ ലോകം വള്ളി ടീംസിന്റെ സൽസമുക്ക് ബോയ്സ് ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. കാണണ്ടാടാ സൽസമേ. ഡെത്തെക്സ് ആണ് അടുത്ത ടീം. ആൻഡ് ആദ്യത്തെ ദിവസത്തെ ഗ്രൂപ്പ് ബിയിലെ സെക്കൻഡ് ലാസ്റ്റ് ടീം. ഇനി 2 കൂടി ഉണ്ട്. രണ്ടുണ്ട് ഇപ്പുറത്ത്. ഇടയ്ക്ക് വന്ന് ടീം ബി ആണ്. MIA ആയിരിക്കുമല്ലോ, MIA ആയിരിക്കും. ഒരു തുള്ളി മൂത്രം പോയി. CID അല്ല, അറബിയാണോ? അല്ല, CID. ഓക്കെ, അപ്പൊ ആദ്യത്തെ ദിവസത്തെ ടീമുകൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ബി ഇസഡം, ടോക്കിയോ മറിയാനോ, അതിരടി യൂണിറ്റ്, ബോൺ മെർസിലസ്, OG, തക്കടുവാവ അധോലോകം, സൽസമുക്ക് ബോയ്സ്, ഡെത്തെക്സ്, MIA ആൻഡ് CID ആണ് ഫസ്റ്റ് ഡേ. ഗ്രൂപ്പ് ബിയിലെ 10 ടീംസ്. സോ 6 മാച്ച് ഉണ്ടാവും. ടോട്ടലി 6 മാച്ച് ഉണ്ടാവും. നമ്മൾ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ നമ്മൾ കഴിഞ്ഞ വട്ടം PUBG ടൂർണമെന്റ് നടത്തിയതുപോലെ പടപടേന്ന് തുടങ്ങുന്ന പരിപാടിയായിരിക്കും. അതായത് ഇൻ ബിറ്റ്വീൻ ഇതിനൊരു ഗ്യാപ്പ് ഇല്ല. ഒരു മാച്ച് കഴിയുമ്പോൾ അടുത്ത മാച്ചിന് റെഡിയായി നിൽക്കുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ സബ് 2 പ്ലേയേഴ്സിനെ വെച്ചേക്കുന്നത്. നിങ്ങളുടെ സബ് വരാൻ റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഇത് ഡിലേ ചെയ്യത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ടൈം പറയും. ആ ടൈമിൽ നിന്ന് ഒരു സർക്കിളായിട്ട് അതങ്ങ് തുടങ്ങും. അതിന് TVയുടെ മെമ്പർ വന്നില്ലേലും അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? TVയുടെ മെമ്പർ വന്നില്ലേലും ആരുടെ മെമ്പർ വന്നില്ലേലും പിന്നെ നമ്മൾ ഇൻ കേസ് ഒരു ക്രൂഷ്യൽ സെമി ഫൈനൽസോ ഫൈനലോ അങ്ങനെ എന്തെങ്കിലും മാച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ കൂടെ കൺസെന്റ് എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. ഇപ്പൊ TVക്കകത്തല്ല, വേറൊരു ഗ്യാങ്ങിനോട് ഇപ്പോൾ ഒരു ഫൈനൽസ് ഒക്കെ നടക്കുന്നു. അങ്ങനത്തെ സമയത്ത് നമ്മൾ ബാക്കി കളിക്കുന്ന 9 ടീമിനോടും ചോദിക്കും, നിങ്ങൾക്ക് അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചതിന് മാത്രം ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിലേ അന്നേരം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അല്ലാതെ യാതൊരുവിധ
കൺസിഡറേഷൻസും ടൈമിന്റെയും കത്തിപ്പോവലിന്റെ കാര്യത്തിലും നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റാത്തൊരു സാധനമാണ്. പബ്ജി ഒന്നും അങ്ങനെ കത്തിപ്പോകത്തില്ല. ഇത് പ്ലേയേഴ്സിന്റെ നെറ്റ് അനുസരിച്ച് കത്തിപ്പോകുന്ന സാധനമാണ്, അത് പ്രശ്നമാണ്. ഷഫിൾ ചെയ്തോടാ ഒന്നുകൂടെ. ഡേ 2 ആണ്. ഡേ 2 സി. ഡേ 2 ഗ്രൂപ്പ് സി ആണ് നമ്മളിപ്പോ എടുക്കുന്നത്. ഡേ 2 ഗ്രൂപ്പ് സി. ഡേ 2 ഗ്രൂപ്പ് സിയിലെ ഫസ്റ്റ് ടീം കയ്യുവാനാണ് ഫസ്റ്റ് ടീം. ഡേ 2ലെ ഫസ്റ്റ് ടീം കയ്യുവാനാണ്. ടീം സെനിനാണ് രണ്ടാമത്തെ ടീം. ഷഫിൾ ചെയ്തോ ഓരോന്ന് കഴിഞ്ഞിട്ട് ഷഫിൾ ചെയ്തോ കേട്ടോ. ടീം സെനിനാണ് രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ വടക്കൻ വീട്ടിൽ ആണ് മൂന്നാമത്തെ ടീം. VNV ആണ് മൂന്നാമത്തെ ടീം. അടുത്ത ടീം എലൈറ്റ് സ്ക്വാഡ് ആണ് അടുത്തൊരു ടീം വന്നിരിക്കുന്നത്. എലൈറ്റ് സ്ക്വാഡ്. അഞ്ചാമത്തെ ടീം നമുക്ക് നോക്കാം. RZ7 ആണ്. RZ7 Razor 7 ആണ് അഞ്ചാമത്തെ ടീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ടീം മാസ് ആണ് അടുത്ത ടീം. മാസ് ആണ് ആറാമത്തെ ടീം. രണ്ടാമത്തെ ദിവസത്തെ ഫസ്റ്റ് മാച്ചില് മാസ് ആണ് ആദ്യത്തെ ടീമായിട്ട് വരുന്നത്, അല്ല ആറാമത്തെ ടീമായിട്ട് വരുന്നത്. അടുത്തത് IGZ ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. IGZ ആണ് അടുത്ത ടീം. 7 KVA കഴക്കൂട്ടം FC ആണ് അടുത്ത ടീം വന്നിരിക്കുന്നത്. ജസ്റ്റ് മിസ് KVA വന്നില്ല. കഴക്കൂട്ടം FC ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് എൽ ക്ലാസിക്കോ ആണ് അടുത്ത ടീമായിട്ട് വന്നേക്കുന്നത്. അത് കുറച്ചേക്ക് അടുക്കും. എൽ ക്ലാസിക്കോ ആണ്. ആൻഡ് ലാസ്റ്റ് ടീം ഗ്രൂപ്പ് സിയിലെ ലാസ്റ്റ് ടീം അല്ല ലാ മസിയ LM ആണ്. അപ്പൊ ഗ്രൂപ്പ് സി ഡേ 2ലെ ഗ്രൂപ്പ് സി ആണ് കയ്യുവാൻ, സെനിൻ, VNV, എലൈറ്റ് സ്ക്വാഡ്, റൈസർ 7, മാസ്, IGZ, കഴക്കൂട്ടം FC, എൽ ക്ലാസിക്കോ ആൻഡ് ലാ മസിയ. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. സോ ഗൈസ്, നിങ്ങൾ ആദ്യത്തെ ഗ്രൂപ്പും മോശമൊന്നും അല്ല ഗൈസ്. കാരണം ഞാൻ പറയട്ടെ, ഇവരെല്ലാം പേരും അതും ഇതൊക്കെ മാറ്റി ഇട്ടിരിക്കുക. എല്ലാം നല്ല നല്ല പ്ലേയേഴ്സ് കുറെ പേരുണ്ട് ഓരോന്നിനകത്ത്. എല്ലാവരും ഒരു പേരും അതും ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. കുറെ പ്ലേയേഴ്സ് ഉണ്ട്. മാച്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഗ്രൂപ്പ് ആയിരിക്കും. കിടിലും കളികളൊക്കെ നടക്കണം, മനസ്സിലായ? സോ ടീം ഡി സെക്കൻഡ് ഡേയിലെ ടീം ഡി ഫസ്റ്റ് റൂത്ത്ലെസ് അഗ്രഷൻ ആണ് ടീം ഡിയിലെ ആദ്യത്തെ ടീം. ആൻഡ് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടീം റോമ ആണ് രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ ടീം TBS ആണ് മൂന്നാമത്തെ ടീം. TBS. നാലാമത്തെ ടീം അഗാർത്ത. AJ അല്ലടാ അഗാർത്ത, AJ ആണ് അടുത്തൊരു ടീം. റോമ T47 ലൈനപ്പ് ആണെന്ന്. റോമ ഇറ്റാലിയൻ T47. ഓക്കെ. വൈക്കിങ്സ് ടീം ആണ് ആറാമത്തെ ടീം.
അഞ്ചാമത്തെ ടീമാണ്. അഞ്ചാമത്തെ ടീം. ഓക്കെ. അടുത്ത ടീം DRS ആണ് അടുത്തൊരു ടീം വന്നേക്കുന്നത്. കുറച്ച് മുമ്പിലോട്ടുള്ള ഇതെല്ലാം കടുക്കും കേട്ടാ. അടുത്ത ഇത് എങ്ങോട്ടാണ് ഈ ഗ്രൂപ്പ് പോണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടണല്ലോ കേട്ടാ. അടുത്തത് എസ്പാന ESP ആണ് ഏഴാമത്തെ ടീം. എസ്പാനിയ. അടുത്ത എട്ടാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. എട്ടാമത്തെ ടീം KVAയുടെ മെയിൻ ലൈനപ്പാണ് എട്ടാമത്തെ ടീമായിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ് D സെക്കൻഡ് ഡേയിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ KVA എത്തിയിരിക്കുന്നു. KVA. അടുത്തത് MX13 ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. ടീം നമ്പർ 9 ആൻഡ് ഡിയിലെ ലാസ്റ്റ് ടീമാണ്. ഡിയിലെ ലാസ്റ്റ് ടീം, സെക്കൻഡ് ഡേയിലെ ലാസ്റ്റ് ടീം ഉഷ്ണമൂല. രണ്ടാമത്തെ ദിവസം ഗ്രൂപ്പ് ഡിയിലെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഉഷ്ണമൂല, കൺഗ്രാറ്റുലേഷൻസ് ഉഷ്ണമൂല. അപ്പൊ ഗ്രൂപ്പ് ഡിയില് റൂത്ത്ലെസ് അഗ്രഷൻ, റോമ, TBS, അഗാർത്ത, വൈക്കിങ്സ്, DRS, ESP, KVA, MX13 ആൻഡ് ഉഷ്ണമൂലയാണ് സെക്കൻഡ് ഡേയിലെ ഗ്രൂപ്പ് ഡിയില് വന്നിരിക്കുന്നത്. അപ്പൊ സോ നമുക്ക് ഗ്രൂപ്പ് E ഒന്ന് ഷഫിൾ ചെയ്തേരടാ. 2 KV ഉണ്ട് അത്. ഇല്ല KVA vs KVA ഉണ്ടെന്നോ? അതാരോ ഉഷ്ണമൂല KVA ആണോ? ഉഷ്ണമൂല KVA vs KVA ഏതൊക്കെയായിരുന്നു? ഉഷ്ണമൂല KVA ആണോ? ഉഷ്ണമൂല KVA ആണല്ലേ? ഓക്കെ. അല്ലേ? KVAക്ക് വരുന്നത് KVA എന്ന് പറഞ്ഞൊരു ലൈനപ്പ്, ബ്ലാക്ക് സ്ക്വാഡ്, പിന്നെ ശരവണ ഭവൻ ബോയ്സ് ആണല്ലേ? KVA അല്ല കേസ്, അത് EVX ആണ്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ ABCDE ഗ്രൂപ്പ് E. മൂന്നാമത്തെ ഡേ ഗ്രൂപ്പ് E. ഗ്രൂപ്പ് ഇയിലെ ഫസ്റ്റ് ടീം അൺനോൺ ആണ്. UK ആണ് ഫസ്റ്റ് ടീം. ഈ ഗ്രൂപ്പ് ഇയിലെ ഫസ്റ്റ് ടീം. രണ്ടാമത്തെ ടീം ശരവണഭവൻ. KVAയുടെ അടുത്ത ലൈനപ്പ് ശരവണഭവൻ ബോയ്സ് വന്നിരിക്കുന്നു. അടുത്തത് ടീം SYT ആണ് അടുത്തൊരു ടീം. SYT അടുത്തൊരു ടീമായിട്ട് വന്നിട്ടുണ്ട്. 3 ടീം അങ്ങനെയായി ഗ്രൂപ്പ് നമ്പർ ഇയിലെ. ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് അല്ല, BVQ ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ടീം നമ്പർ 5 നോക്കാം. ടീം നമ്പർ 5 ആരായിരിക്കും? താമരാക്ഷം പിള്ള അല്ല, കാസർഗോഡ്സ് ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. ആറാമത്തെ ടീം ബ്ലഡ് ലൈൻ. ഇത് ലാസ്റ്റിലത്തെ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. അടുത്തത് RZ7 ആയിരിക്കും. അത് RZ7X DLX ആണ് ഏഴാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത്. ഏഴാമത്തെ ടീമായിട്ട് RZ7 അടുത്തൊരു ലൈനപ്പ്. DNA ആണ് അടുത്ത ടീമായിട്ട് വന്നേക്കുന്നത്. DNA. അടുത്ത ലൈനപ്പ് ഇറ്റാലിയ. നെക്സ്റ്റ് ലൈനപ്പ് T47 ലൈനപ്പാണ്. ഇറ്റാലിയ ആണ് അടുത്തൊരു ലൈനപ്പായിട്ട് വന്നേക്കുന്നത്. ടീം നമ്പർ 10
ടീം നമ്പർ 10 തലൈവെട്ടും അതോ ലോകം, തലൈവെട്ടും അതോ ലോകം. ടീം നമ്പർ 10 ഗ്രൂപ്പിലെ ടിവിയുടെ മെയിൻ ലൈനപ്പ് തലൈവെട്ടും അതോ ലോകമാണ് ഗ്രൂപ്പിലെ ലാസ്റ്റ് സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് അൺനോൺ, ശരവണ ബോയ്സ്, അതായത് KVA, അൺനോൺ, SYT, BVQ, കാസർഗോഡ്സ്, ബ്ലഡ് ലൈന്, RZ7, DNA, T47 ആൻഡ് TVA. ആൻഡ് ഗ്രൂപ്പ് ഇ, ഈ ഗ്രൂപ്പ് സെറ്റ് ആയിരിക്കും. ഗ്രൂപ്പ് ഇ. ലെറ്റ്സ് ഗോ. സോ ഷഫിൾ ചെയ്ത എഫ്. ഇനി ഗ്രൂപ്പ് നമ്പർ എഫ്. ഗ്രൂപ്പ് എഫ് ആണ് നമ്മുടെ അടുത്ത ഇതെന്ന് പറയണത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ടീം ഈസ് അഞ്ഞൂറാൻ ബ്രദേഴ്സ് ആണ് ആദ്യത്തെ ടീം. അഞ്ഞൂറാൻ ബ്രദേഴ്സ് ഫസ്റ്റ് സ്ലോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു. അഞ്ഞൂറാൻ ബ്രദേഴ്സ്. അടുത്ത KVP ആണ് അടുത്ത സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. KVPക്കാണ്. KVP ആൻഡ് മൂന്നാമത്തെ JDAക്കാണ് മൂന്നാമത്തെ ഇത് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് JDA. ഗ്രൂപ്പ് എഫിലെ 3 പ്ലേയേഴ്സിനെ നമ്മള്. ആൻഡ് അടുത്ത ടീം TGA. അത് TGA ഉള്ളതാണ്. അത് TGA കൊണ്ടുപോയിരിക്കുന്നു അടുത്ത സ്ലോട്ട്. TGA. ആൻഡ് അടുത്തത് RDRനുള്ളതാണ്. അത് RDR ടീം RDRനാണ് അടുത്ത സ്ലോട്ട്. ആറാമത്തെ സ്ലോട്ട് വാൽഹല്ല RZ7 ആയിരിക്കും. RZ7 X അറബിക്കാണ് അടുത്ത ഗ്രൂപ്പ് നമ്പർ എഫിലെ ആറാമത്തെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. RZ7 X അറബി. അടുത്ത സ്ലോട്ട് നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ് ആണ് അടുത്ത ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ് ആണ് അടുത്ത ടീം. 7 ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എട്ടാമത്തെ ടീം നമുക്ക് നോക്കാം. എട്ടാമത്തെ ടീം കാട്ടാക്കട ബോയ്സ് ആണ് അടുത്ത ഒരു സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. കാട്ടാക്കട ബോയ്സ്. ആൻഡ് ഒമ്പതാമത്തെ ഛോട്ടാ മുംബൈക്കായിരിക്കും ആ ലോട്ടറി. അതെ, ഛോട്ടാ മുംബൈ സെക്യൂറിംഗ് ദ 9th സ്ലോട്ട് ഓഫ് ഗ്രൂപ്പ് എഫ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ലോട്ട് അത് കാലാപാനിക്കാണ് ആ സ്ലോട്ട്. അതെ, കാലാപാനി ഗെറ്റിംഗ് ദ ഫൈനൽ സ്ലോട്ട് ഓഫ് ഗ്രൂപ്പ് എഫ്. ഓക്കെ, അപ്പം അഞ്ഞൂറാം ബ്രദേഴ്സ്, KVP, JDA, TGA, RDR, RZ7 X അറബി, നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ്, കാട്ടാക്കട ബോയ്സ്, ഛോട്ടാ മുംബൈ, കാലാപാനി. ഇതാണ് ഗ്രൂപ്പ് നമ്പർ എഫ്. ആൻഡ് അടുത്തത് ഗ്രൂപ്പ് ജിയിലേക്ക് എത്താൻ നമുക്ക്. വരുമ്പോ എത്ര വരുമ്പോ നാലാമത്തെ ക്വാളിഫയേഴ്സിന്റെ ലാസ്റ്റ് ഡേയിലത്തെ ടീമാണ് നമ്മൾ. 2 ടീമിനെ, അതിൽ ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ മതി. ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ ബാക്കി ടീം. അപ്പൊ ഒറ്റ ഒരു ടീമിനോട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ജി അല്ലെ ഗ്രൂപ്പ് ജി. ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് ടീം. ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ബ്ലാക്ക് സ്ക്വാഡ് ആയിരിക്കും ആദ്യത്തെ സ്ലോട്ട്. ഇത് KVA അല്ലേ? KVAയുടെ സ്ലോട്ടാണ് അടുത്ത. KVA ആണ് ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് സ്ലോട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്ത രണ്ടാമത്തെ സ്ലോട്ട് നമുക്ക് നോക്കാം. റൈഫിൾ ക്ലബ് ആണോ അതോ Z30 ആയിരിക്കുമോ? Z30. റൈഫിൾ ക്ലബ് ആണ് രണ്ടാമത്തത്.
ഞാൻ മൂന്നാമത്തെ ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ടീം TVXCSK ആണോ അതോ ബ്ലേസ് ഗാർഡ്ലെസ് ആണ് മൂന്നാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഒരു നാലാമത്തെ ടീമിനെ നമുക്ക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ വാൽഹല്ല വിൽ ബി പ്ലേയിങ് ഓൺ ഗ്രൂപ്പ് G. 4 സ്ലോട്ടും ഇത് ചെയ്തിട്ടുണ്ട്. 4 സ്ലോട്ടായി. ഇനി അഞ്ചാമത്തെ പ്ലെയറിനെ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. 500 കുടുംബത്തിനാണ് അത് കിട്ടാൻ പോകുന്നത്. 500 കുടുംബം സെക്യൂറിംഗ് ദ സ്ലോട്ട് ഇൻ ഗ്രൂപ്പ് G. 5 ടീമിനെ നമുക്ക് കിട്ടാനുണ്ട്. ഇനി 5 ടീമും കൂടെ നമുക്ക് എടുക്കണം. ആക്ട് ആണ് അടുത്തൊരു ടീം വന്നിരിക്കുന്നത്. അടുത്ത CSK. അടുത്ത CSK. അല്ല 6-7. ഇനി 3 ടീമും കൂടെ ഉള്ള 3 ടീമിനെയും കൂടെ മാത്രം നമുക്ക് എടുത്താൽ മതി. 3 ടീമിനെ മാത്രം. R3X ആണ് അടുത്ത സ്ലോട്ട് സെക്യൂർ ചെയ്തേക്കുന്നത്. R3X. 2 ടീമും കൂടെ മാത്രം നമുക്ക് എടുത്താൽ മതി. 2 ടീമും കൂടെ. 40G ആണ് അടുത്ത ടീം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫൈനൽ ടീം TVXCSK ആണ് ലാസ്റ്റ് ടീമായിട്ട് വന്നിരിക്കുന്നത്. സോ ഗ്രൂപ്പ് ജിയിലേക്ക് നമുക്ക് കളിക്കുന്നത് അഗൈൻ KVA വേഴ്സസ് TVA ആണ്. ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് റൈഫിൾ ക്ലബ്ബ് വേഴ്സസ് BCZ, വാൽഹല്ല, 500 കുടുംബം, ആക്ട്, 6-7, R3X, 40G ആൻഡ് TVXCSK ആണ്. ആൻഡ് ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ആൻഡ് ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14K സിൻഡിക്കേറ്റ്, ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്, അതും ഒരു CSK ആണ്. ആൻഡ് സോഡിയാക് 30, താമരാക്ഷം പിള്ള അതോലോക TPA, ഷാഡോ കാട്ടൽ, പറക്കും തളിക XTPA, DWIL DW, സ്റ്റോം റൈഡേഴ്സ് ആൻഡ് RMDX TPA. TPAയുടെ 3 ലൈനപ്പിനും ഒരുമിച്ച് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഫസ്റ്റില് തന്നെ. ഒരു ഗ്രൂപ്പിൽ എത്ര ടീമാണ് ഇതാവുന്നത്? ഒരു ടീം 4 ടീം. എത്രയാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് എത്ര ടീം വെച്ചിട്ടോ? 4 ടീം വെച്ചിട്ടോ? 3 ടീം വെച്ചിട്ട് ക്വാളിഫൈ ആണ്. അപ്പൊ TPAയുടെ 3 ടീമും ക്വാളിഫൈ ആവണം. അല്ല ഫസ്റ്റ് മാച്ച് ഫുള്ള് 4 ടീമാണ് സ്ക്രിപ്റ്റഡ് ബ്രോ. ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ മറ്റേ ഈ സ്ട്രീമേഴ്സ് ഒക്കെ മറ്റേ ഇതുണ്ടാക്കി വെക്കുമല്ലോ, ഈ കറക്കുന്ന സാധനമല്ലേ, ജട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നിർത്താൻ പറ്റൂല, ഇത് പിടിച്ചു നിർത്താൻ പറ്റൂല. ഇത് ഓൾറെഡി ഇതിങ്ങനെ കറങ്ങി വരുന്ന സാധനമാണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത് കാരണം Day 1, Day 2, Day 3, Day 4 10 ടീം വെച്ചായിരിക്കും കളിക്കുന്നത്. അതിൽ 4 പേര് മാത്രമായിരിക്കും ക്വാളിഫൈ ആവുന്നത്. ഈ 4 പേര് ക്വാളിഫൈ ആവുന്നതെന്ന് വെച്ചാൽ അവർക്ക് 3 മാച്ച് ഉണ്ട്. ഈ 3 മാച്ചിൽ അവരെ പൊസിഷൻസ് കില്ല് വെച്ചിട്ടാണ് അവരെ പ്ലേസ്മെന്റ് നമ്മളെ പോയിന്റ് കൊടുക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരും. ഓക്കെ, 4 ടീമല്ലേ ക്വാളിഫൈ ആവുന്നതെന്നാണ് ചോദിച്ചത്. 4 ടീമാണ് ഫസ്റ്റ് ഇതിൽ ക്വാളിഫൈ ആവണം. രണ്ടാമത്തെ ഇതിൽ 3 ടീമായിരിക്കും ക്വാളിഫൈ ആവണം. Day 5 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജയിച്ചിട്ട് വരുന്ന 32 ടീമിന് ഇവിടെ ഇതിലോട്ട് മനസ്സിലായി. ഞാൻ ചോദിച്ച ആദ്യത്തെ ഇതില് എല്ലാത്തിനും 4 ടീം വെച്ചു. 4 ടീം. 4. അപ്പൊ മൊത്തം 8 ഗ്രൂപ്പ്.